കോട്ടയം ജില്ലയിൽ ഒരുപാട് ആചാര പെരുമയുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് അരയാലും അമ്പലമുറ്റവും യാത്രയാവുന്നത്. ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വളരെയധികം പൗരാണിക പെരുമയുള്ള ഒരു ക്ഷേത്രമാണ്. ഒരേ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ 3 പ്രധാന ദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അത്യപൂർവത നിറഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലെ കൂടുതൽ ആചാരപരമായ പൈതൃകപരമായ വിശേഷങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭംഗിയും സൗന്ദര്യവും ക്ഷേത്രാന്തരീക്ഷവും ഒക്കെ കണ്ട് വരാം. വളരെ ഉയർന്ന ഒരു കുന്നിൻ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വളരെ ഗ്രാമീണ അന്തരീക്ഷവും നിശബ്ദതയും വളരെ പ്രകൃതിരമണീയവും വളരെ ശാന്തത തരുന്ന ഒരു അന്തരീക്ഷമാണ് ക്ഷേത്രത്തിന് എല്ലായിടത്തും ഉള്ളത്. നമുക്ക് വരുമ്പോൾ തന്നെ വളരെ വളരെ റിലാക്സിങ് ആയിട്ട് വളരെ ശാന്തത തരുന്ന നല്ല ഭക്തിയുള്ള ഒരു അന്തരീക്ഷമാണ്. വളരെ പണ്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കൈവശമായിരുന്നു ഈ ഭൂമിയെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുടുംബത്തിലെ കാരണവരായിട്ടുള്ള ഒരു വൃദ്ധ ബ്രാഹ്മണൻ, അദ്ദേഹം വൈക്കത്തപ്പൻ്റെ വലിയ ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായിട്ട് വളരെ അവശനായിരിക്കുന്ന സമയത്ത് വൈക്കത്തപ്പനെ പോയി കാണാനോ ആരാധിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപാസനാഫലമായി വൈക്കത്തപ്പൻ അവിടുത്തെ ഹോമകുണ്ഡത്തിൽ സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെടാണ് ഉണ്ടായത്. അപ്പം സ്വയംഭൂവായിട്ട് ശിവലിംഗം മുളച്ചു വന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന ഐതിഹ്യം. വൈക്കം മഹാദേവ ക്ഷേത്രവും ആയാങ്കുടി മഹാദേവ ക്ഷേത്രവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു സാദൃശ്യം എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്ററോളം ദൂരവ്യത്യാസം ഈ 2 ക്ഷേത്രങ്ങൾ തമ്മിലുണ്ട്. പക്ഷേ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 1200 വർഷത്തിന് മുകളിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ 2 ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ തമ്മിൽ ഒരേ അക്ഷാംശ രേഖയിലാണ് ഇതിൻ്റെ താഴികക്കുടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ 2 അമ്പലങ്ങളിലെയും പ്രതിഷ്ഠ അത് ഒരേ ദിശയിൽ ഒരേ രേഖയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷം മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ശാസ്ത്രമൊക്കെ ഇത്ര പരിമിതമായൊരു കാലത്ത് ഇത്ര കൃത്യമായിട്ട് 2 പ്രധാന ക്ഷേത്രങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു സാദൃശ്യം നിലനിർത്തിപ്പോരാൻ സാധിച്ചു എന്നുള്ളത് വളരെ അതിശയമുള്ളൊരു കാര്യമാണ്. ഒരേ ക്ഷേത്രവളപ്പിൽ തന്നെ പ്രധാനപ്പെട്ട 3 പ്രതിഷ്ഠകളുള്ള ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. അതായത് ഈ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമി ആയിരുന്നു പ്രതിഷ്ഠ. അപ്പോൾ സ്വയംഭൂവായിട്ട് മഹാദേവൻ്റെ പ്രതിഷ്ഠ വന്നതിന് ശേഷം ഈ ഒരേ ക്ഷേത്രവളപ്പിൽ തന്നെ 3 പ്രത്യേകം ശ്രീകോവിലുകളുണ്ട്. ഒരു ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇപ്പോൾ ഭഗവാൻ മഹാദേവൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഇപ്പോൾ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഈ ക്ഷേത്രത്തിലെ മഹാദേവനെയാണ് ആരാധിക്കുന്നത്. മുൻപ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമായിരുന്നു ഇല്ലത്തിൻ്റെ അവകാശത്തിലുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇപ്പോൾ മഹാദേവനെ പൂജിക്കുമ്പോൾ അടുത്ത് തന്നെ വട്ടശ്രീകോവിലിൽ പ്രത്യേകമായ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് വട്ടശ്രീകോവിലിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധന നടന്നു പോരുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു കോവിൽ കൂടി ഈ ക്ഷേത്ര മതിൽക്കകത്ത് ഉണ്ട്. ഇവിടെയെല്ലാം പ്രത്യേകമായിട്ടുള്ള പൂജാവിധികളും ആരാധനകളും തുടർന്ന് പോരുന്നുണ്ട്. ഒരേ സമയം 3 പ്രധാന മൂർത്തികൾക്ക് പൂജ നടത്തുന്ന അപൂർവ ഒരു പാരമ്പര്യം കൂടി ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിനുണ്ട്.
വദനം സദാനം വളരെ പുരാതനമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു കെട്ടിടമാണ് നമ്മൾ കാണുന്നത്. പണ്ട് ഇല്ലത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സമയത്ത് മുതലുള്ള കെട്ടിടമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് മനോഹരമായ കൊത്തുപണികളുടെയും ശില്പകലയുടെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തെ കാണാൻ പറ്റും. അത്രയ്ക്ക് പഴക്കമേറിയ പൈതൃകപരമായി നമുക്ക് അഭിമാനമായിട്ട് കാണിക്കാൻ പറ്റുന്ന കേരളീയ ക്ഷേത്രങ്ങളുടെ ഏറ്റവും മനോഹരമായ വാസ്തുകലയുടെ ഒരു ഉദാഹരണമായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ ചുറ്റുവിളക്കായാലും ഇവിടുത്തെ ഓടിനോട് ചേർന്നിട്ടുള്ള തടിപ്പണികളൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായ ശില്പകലയുടെ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രാമീണമായൊരു പശ്ചാത്തലമാണ് നമുക്ക് ഈ ക്ഷേത്രം സമ്മാനിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നവീകരിച്ച് മറ്റുള്ള ഫ്രെയിമുകൾ, ലോഹത്തിൻ്റേതായിട്ടുള്ള ഫ്രെയിമുകളിലൊക്കെയാണ് ചുറ്റുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വാതിലൊക്കെ കണ്ടാൽ അറിയാം വളരെ പഴയ കൊത്തുപണികളാണ്. അപ്പോൾ കേരളത്തിലെ വാസ്തുകലയുടെ ഒരു ഉദാഹരണമായിട്ടൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് പഴയ ഒരുപാട് വാസ്തുകല പാരമ്പര്യം തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിവിടെ കണ്ട വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അതായത് വളരെ പണ്ടുകാലത്തെ കൽപ്പണിയുടെ ഒരു ഉപഹാരമായിട്ട് നമുക്ക് കാണാം. അതായത് ഒറ്റക്കല്ലിൽ പണിത ഒരു കൽവിളക്കാണ്. നമ്മൾ ഒരുപാട് കൽവിളക്കുകളൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു ഒരു ജോമെട്രിക്കൽ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു എത്ര വശങ്ങളുണ്ട്, 1 2 3 4 5 8 വശങ്ങളുള്ള ഒരു അഷ്ടഭുജ ആകൃതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ കൽവിളക്കിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഒറ്റ കല്ലിലാണ് പണിതിട്ടുള്ളത്. നമുക്ക് ഇപ്പോഴത്തെ കൽവിളക്കൊക്കെ കണ്ടാൽ അറിയാം, ഇത് നടുക്ക് വന്നിട്ട് ഒരു തൂണ് പോലെ ഉണ്ടാവും, എന്നിട്ട് പല പല തട്ടുകളാണ്. ഇത് ഒറ്റ കല്ലിലാണ്. ഇപ്പോൾ കുറേയധികം പഴക്കം വന്ന് മൂടിപ്പോയെങ്കിലും ദാ ഇവിടെയൊക്കെ കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്തത് കാണാം. അതുപോലെ തന്നെ ഇത് ഉറപ്പിച്ചിരിക്കുന്നത് 2 കരിങ്കല്ലിന്മേലാണ്. അതിലിപ്പോൾ സിമെൻ്റൊക്കെ തേച്ച് ഒന്ന് പരിഷ്കരിച്ചെങ്കിലും അതൊക്കെ ഇപ്പം പോയി തുടങ്ങി. അപ്പോൾ ദാ ഇവിടെ പഴമയുടെയും പുതുമയുടെയും കൂടി ഒരു ഒന്നിച്ചുള്ളൊരു കാഴ്ച കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായുള്ള തരത്തിലുള്ള ഒരു ആൽവിളക്കാണ്. ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ആൽവിളക്കാണിത്. അപ്പോൾ ഇത് പഴയ മോഡൽ, വളരെ പഴയ മോഡൽ കൽവിളക്ക്. നല്ലൊരു കാഴ്ചയായിരുന്നു. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇതുവരെ ഞാൻ അങ്ങനെ അധികം ഇങ്ങനത്തെ കൽവിളക്കുകൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ. വളരെ പണ്ട് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലും ഒരേ സമയത്താണ് നട തുറന്നിരുന്നത്. അതായത് പുലർച്ചെ ഒരു 2 മണിയോടുകൂടി പൂജാ സമയങ്ങൾ ആരംഭിക്കുമായിരുന്നു. പിന്നീട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുകയും ആയാങ്കുടിയിലെ പൂജാസമയം പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന രീതിയിൽ, നടതുറപ്പിൻ്റെ രീതിയിലേക്ക് പുനഃക്രമീകരിക്കുകയും ചെയ്യുക. ഓരോ വഴിപാടിനും ഓരോ പൂജയായിരുന്നു ആയാങ്കുടി ക്ഷേത്രത്തിൽ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രി 12 മണി വരെ ഒക്കെ പൂജാ സമയങ്ങൾ നീണ്ടുപോകുമായിരുന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് 5 പൂജയിലേക്ക് ഒതുക്കുകയുണ്ടായത്. കൂടാതെ എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ പന്തീരടി പൂജയും ഈ ക്ഷേത്രത്തിൽ നടത്താറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പുറത്തേക്ക് ശിവേലി എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം കൂടിയാണ്. രാവിലെ ഏകദേശം ഒരു 9:30 മണിയോടുകൂടി ശിവേലിക്ക് വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ ആരംഭിക്കും. അപ്പോൾ ശിവേലി കണ്ട് തൊഴണം എന്ന ആഗ്രഹമുള്ള ഭക്തജനങ്ങൾക്ക് ആ ഒരു സമയത്ത് വന്നാൽ ശിവേലി കണ്ട് തുടർന്ന് ഉച്ചപൂജയും കൂടി സന്തോഷമായിട്ട് മടങ്ങാൻ സാധിക്കും. ഇല്ലത്തിൻ്റെ കൈവശം ആദ്യം ഉണ്ടായിരുന്ന ആരാധന നടന്നിരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത്. വട്ടശ്രീകോവിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. കൂടാതെ അതിന് മുന്നിലായിട്ട് ഒരു മണ്ഡപം കൂടിയുണ്ട്, വളരെ മനോഹരമാണ്. ഈ മതിൽക്കെട്ടിനകത്ത്, മഹാദേവ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് തന്നെ മറ്റൊരു മതിൽക്കെട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ പുരാതന ശൈലിയിലുള്ള ഒരു കിണറുണ്ട്. ഇവിടുത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ 6 അടിയോളം ഹൈറ്റ് ഉണ്ട്. 6 അടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, ഒരാൾ പൊക്കത്തിലുള്ള വലിയ പ്രതിഷ്ഠയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇവിടെ ഉള്ളത്. ശിവൻ്റെ പുത്രനാണ്. ശിവൻ മുഖ്യപ്രതിഷ്ഠയായപ്പോൾ ഭഗവാനെ ഉപദേവതയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. നിത്യേന ഉച്ചശിവേലി കൂടിയുണ്ട് ആയാങ്കുടി ക്ഷേത്രത്തിൽ. ഏകദേശം 9:30-10 മണിയോടുകൂടി ഉച്ചശിവേലിക്ക് വേണ്ടി ഭഗവാനെ മൂലബിംബം പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആ സമയത്ത് നമുക്ക് അകത്ത് കയറി ദർശനം നടത്താൻ വേണ്ടി സാധിക്കില്ല. ഉച്ചശിവേലിക്ക് ശേഷമായിരിക്കും പിന്നീട് നമുക്ക് അകത്ത് ദർശനം അനുവദിക്കുന്നത്.
ഏതൊരു ക്ഷേത്ര സങ്കേതത്തെയും മനോഹരമാക്കുന്നതിൽ അവിടുത്തെ അമ്പലക്കുളങ്ങൾക്കൊരു വലിയ പങ്കുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ മനോഹരമായൊരു കുളം ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലുണ്ട്. വെട്ടുകല്ലുകൾ കൊണ്ട് പണിത് മനോഹരമായി അതിരൊക്കെ തിരിച്ചിട്ടുള്ള വിശാലമായ കുളപ്പുര മാളികയൊക്കെയുള്ള ഒരു നല്ല കുളമാണ്. ഇന്ന് അത് അല്പം ജീർണാവസ്ഥയിലാണെങ്കിലും ആ പഴമയുടെ പ്രൗഢിയും ഒരുപാട് തലമുറകളുടെ ഓർമ്മകളും കഥകളും ഒക്കെ ആയിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമ പകർന്നുകൊണ്ട് ആ ക്ഷേത്രക്കുളം ഇവിടെ നിന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഈ കുളപ്പുര മാളികയ്ക്ക് പ്രധാനമായിട്ടും 3 കവാടങ്ങളാണുള്ളത്. അപ്പോൾ ഒരു വിശാലമായ കവാടം ആദ്യം തന്നെ കാണാം. മറ്റൊന്ന് ആറാട്ടുകടവാണ്. ഇവിടെ ക്ഷേത്ര കാര്യങ്ങൾക്കും ഉത്സവ കാര്യങ്ങൾക്കും ആറാട്ടിന് ഉപയോഗിക്കുന്ന ആറാട്ടുകടവാണ്. മറ്റൊരിടത്ത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള കടവ് എന്ന് പണ്ടെപ്പോഴോ എഴുതിയ ഒരു പലക അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് സ്ത്രീകളുടെ കടവായിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്നു. കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഒരുപാട് പഴക്കം ചെന്ന ഈ കുളപ്പുര മാളിക ഓടുമേഞ്ഞതാണ്, ചെങ്കല്ലിൽ വെട്ടി ഉണ്ടാക്കിയതാണ്. ഇതാണ് ആറാട്ടുകടവ്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ എഴുതി ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. വളരെ പഴക്കം ചെന്നതാണ്. ഇതിന്റെ വാതിലുകളും എല്ലാം ഇന്ന് ഏകദേശം ഒരു ജീർണാവസ്ഥയിൽ ആണ്. ഇതാണ് നമ്മൾ കുളത്തിലേക്ക് കടക്കുന്ന കവാടങ്ങളിൽ ഒന്ന്. ഇതിലൂടെ അകത്തേക്ക് കിടക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു പഴയ വാതിലുണ്ട്. ഇവിടെ കൂടി ആയിരുന്നിരിക്കണം പണ്ട് പ്രവേശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നിലത്തൊക്കെ ഓട് വിരിച്ച് ഒരു കാലത്ത് ഭയങ്കര വിശാലമായിട്ടൊക്കെ നവീകരിച്ചൊക്കെ കൊണ്ടുവന്നിരുന്നതാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഴമയുടെ ജീർണത അല്പസ്വല്പം ബാധിച്ചിട്ടുണ്ടെങ്കിലും മനോഹാരിത ഒട്ടും കൈവിടാത്ത ഈ കുളക്കടവ് തന്നെയാണ് ഇന്നും ക്ഷേത്രകാര്യങ്ങൾക്കും സമീപത്തുള്ള ഭക്തജനങ്ങളൊക്കെ വരുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ വിവാഹാവശ്യങ്ങൾക്കും മറ്റുള്ള ഫോട്ടോഷൂട്ടുകൾക്കും ഒക്കെയുള്ള നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ക്ഷേത്രവും ഇതിന്റെ പരിസരങ്ങളും, പ്രത്യേകിച്ച് ഈ കുളപ്പടവുകളും. മറ്റൊരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ക്ഷേത്ര പെരുമകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.